ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ജഗദീശ്വരന് സ്വർണരഥം. സ്വാമിയെ കാണുമ്പോൾ 1944. മധുരവാസി സുബ്രഹ്മണ്യ ചെട്ടിയാർക്ക് പ്രായം 34, ഭഗവാന് 18. ആദ്യ ദർശനത്തിൽ തന്നെ സായി അവതാര മഹിമ ചെട്ടിയാർക്ക് അനുഭവമായി. കഠിനമായ പരീക്ഷണങ്ങളിലൂടെ ഭഗവാൻ ആ ഭക്തനെ പക്വമാക്കിയെടുത്തു. ചെട്ടിയാർ ഭഗവാൻ ആഗ്രഹിക്കും പോലെ നിന്നു കൊടുക്കുകയും ചെയ്തു. ജാതകവശാൽ ചെട്ടിയാർക്ക് 70 വയസ്സേ ആയുസുള്ളൂ. പക്ഷേ അവതാര ദൗത്യത്തിന്റെ ഭാഗമാക്കാനായി താൻ ചെട്ടിയാർക്ക് ആയുസ് നീട്ടിക്കൊടുക്കുകയാണെന്ന് ഭഗവാൻ പരസ്യമായി പ്രഖ്യാപിച്ചു. ഭഗവാനോടുള്ള സ്നേഹവും കടപ്പാടും മൂലം നാമസ്മരണയജ്ഞം പ്രചരിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അതിനായി സായിരാം നാമം എഴുതാനും എഴുതിപ്പിക്കാനും അതുവഴി ലോകമംഗളം ഉറപ്പാക്കാനും അദ്ദേഹം ഉറച്ചു. ഭഗവാൻ ഭക്തന്റെ മഹത്തായ തീരുമാനത്തെ അനുഗ്രഹിച്ചു. ചെട്ടിയാർ ലിഖിത ജപത്തിനുള്ള ബുക്ക് തയ്യാറാക്കി. 1983 9 കോടി തിരുനാമങ്ങൾ സമർപ്പിക്കപ്പെട്ടു. 1986 6 കോടി കൂടി സമർപ്പിച്ചു. 1995 108 കോടിയായി. 10,000-കണക്കിന് ഭക്തരെ ലിഖിത നാമജപ സംസ്കാരത്തിലേക്ക് ചെട്ടിയാർ നയിച്ചു. ഭഗവാൻ ഭക്തനെ അംഗീകരിക്കുന്നതിനായി ആ ലിഖിത നാമജപ ഗ്രന്ഥകെട്ടുകൾ പ്രശാന്തി നിലയത്തിൽ ഭൂമിക്കടിയിൽ അറയുണ്ടാക്കി അതിൽ സ്ഥാപിച്ചു. മാത്രമല്ല അതിനു മുകളിൽ ആഞ്ജനേയ സഹിതരായി ശ്രീരാമ ലക്ഷ്മണ വിഗ്രഹങ്ങളും സ്ഥാപിച്ചു. ഭഗവാൻ അരുളി, ആ തിരുനാമ ലിഖിത ബുക്കുകളിൽ നിന്നും പ്രസരിക്കുന്ന ദിവ്യതരംഗങ്ങൾ ഹനുമാന് മാത്രമേ താങ്ങുവാൻ കഴിയൂ. പിന്നീട് ചെട്ടിയാർ ഭഗവത് പാദുക പൂജയ്ക്ക് നേതൃത്വം നൽകി. ഒരിക്കൽ ചെട്ടിയാർ ഒരു സ്വപ്നം കണ്ടു. 7 കുതിരകളെ പൂട്ടിയ ഒരു സ്വർണരഥം ബ്രഹ്മാവ് തെളിക്കുന്നു. തേരിൽ ഭഗവാൻ ബാബ. തന്റെ ഈ സുന്ദര ദിവ്യദർശനം നടപ്പാക്കാനായി ചെട്ടിയാർ പ്രാർത്ഥന ആരംഭിച്ചു. ആദ്യമൊക്കെ ഭഗവാൻ തടസ്സം പറഞ്ഞു. പിന്നീട് ഭക്തന് വഴങ്ങി. അങ്ങനെ സുവർണരഥം നിർമ്മിക്കപ്പെട്ടു. 18 വാഹനങ്ങളിലായി സ്വർണരഥം പർത്തിയിലെത്തിച്ചു. ജ്യോതിഷം അറിയാവുന്ന ചെട്ടിയാർ ഭഗവാൻ രഥത്തിൽ ആരോഹണം ചെയ്യേണ്ട മുഹൂർത്തം രാവിലെ 7 എന്ന് അറിയിച്ചു. പക്ഷേ സ്വാമി അരുളി, 5 മിനിറ്റ് കൂടി മുഹൂർത്തം വൈകിപ്പിക്കുക, ശുഖനാഡി പരിശോധിക്കുക. 1000-കണക്കിന് വർഷം മുമ്പുള്ള ശുഖനാഡി അവർ പരിശോധിച്ചു. അതിൽ എഴുതിയിരിക്കുന്നു, സുബ്രഹ്മണ്യം ചെട്ടിയാർ എന്നൊരാൾ ശ്രീ ഭഗവാനായി ഒരു സ്വർണരഥം പണിയും. 1997 സെപ്റ്റംബർ രാവിലെ 7:05 രോഹിണി നക്ഷത്രത്തിൽ ശ്രീ ഭഗവാൻ ആരോഹണം ചെയ്യും. ഈ ലീലയിലൂടെ തന്റെ മഹിമ ഒരിക്കൽ കൂടി ഭഗവാൻ വെളിപ്പെടുത്തി. മരണവേളയിൽ സുബ്രഹ്മണ്യ ചെട്ടിയാർ മൂത്ത മകനോട് പറഞ്ഞു, എന്റെ ജീവിതം ധന്യമായി. നമുക്ക് ഭൗതിക സമ്പത്ത് ഏറെയുണ്ട്, പക്ഷേ അതൊന്നും യഥാർത്ഥ സമ്പത്തല്ല. ഭഗവാൻ ബാബയുടെ തൃപ്പാദമാണ് നമ്മുടെ ശരിയായ നിധി. ആ പാദങ്ങൾ സമസ്ത ദുഃഖങ്ങളും പരിഹരിക്കും. ഈ ദിവ്യ സന്ദേശം നീ അടുത്ത തലമുറയ്ക്കും പകർന്നു കൊടുക്കണം. ഓം തത്സത്ത്.